ഹലോ ഗായ്സ്, കൊച്ചിയുടെ തിരക്കുകളിൽ നിന്ന് ഒരല്പം മാറി പ്രകൃതിയുടെ ശാന്തതയിലേക്ക് ഒരു യാത്ര പോയാലോ? നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കൊച്ചിയിലെ ഒരു ചെറിയ സ്വർഗത്തിലാണ്. കടമക്കുടി. എറണാകുളത്ത് നിന്ന് വെറും 15 തൊട്ട് 20 കിലോമീറ്റർ മാത്രം അകലെയുള്ള 14 ചെറിയ ദ്വീപുകളുടെ ഒരു കൂട്ടം. അധികം ആർക്കും അറിയാത്ത ഈ സൗന്ദര്യം ക്യാമറയിലാക്കാനാണ് നമ്മളിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. കണ്ടോളൂ അപ്പം ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറും 20 മിനിറ്റ് കൊണ്ട് കൊച്ചിയുടെ തിരക്കുകളിൽ നിന്ന് നേരെ ഒരു ഗ്രാമീണ സൗന്ദര്യത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എറണാകുളത്തെ ഏറ്റവും മനോഹരമായ ഒരു ദ്വീപാണ് നമ്മുടെ കടമക്കുടി ഐലൻഡ്. കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ! ഈ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് നോക്കിക്കേ. രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നാൽ കാണുന്ന കാഴ്ചകളൊക്കെയാണ് മീൻപിടുത്തക്കാരും പൊക്കാളിപ്പാട ശേഖരങ്ങളും ചെമ്മീൻ കെട്ടുകളും നടന്ന് ഇവിടുത്തെ ഗ്രാമീണ ജീവിതം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ രാവിലെയല്ല പോയത്, നമ്മളൊരു ഈവനിങ് ടൈമിലാണ് പോയത്. സൺസെറ്റിൻ്റെയൊക്കെ സമയത്താണ് നമ്മളവിടെ എത്തിയത്. അപ്പോൾ നഗരത്തിൻ്റെ ബഹളങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചോടാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്പോട്ടാണിത്. ഒരു വശത്ത് വെള്ളവും മറുവശത്ത് തെങ്ങിൻ തോപ്പുകളും, എവിടെ തിരിഞ്ഞാലും അടിപൊളി ഫ്രെയിംസ് കിട്ടുന്ന സ്ഥലം. ഇപ്പോൾ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നാൽ മാത്രമേ ചില പ്രത്യേക കാഴ്ചകൾ കാണാൻ സാധിക്കത്തുള്ളൂ. അതായത് നമ്മുടെ ഈ ശാന്തമായ വെള്ളത്തിലൂടെ പോകുന്ന മീൻപിടുത്തക്കാരും കായലിൻ്റെ നരച്ച വെളിച്ചവും ഇവിടുത്തെ കാറ്റും നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് ശാന്തമാക്കും കേട്ടോ. എറണാകുളം ജില്ലയിലാണ് എന്നൊരു തോന്നലേ നമുക്കുണ്ടാവില്ല ഈ ഗ്രാമത്തിലെത്തിയാൽ. പൊക്കാളിപ്പാട ശേഖരങ്ങളും ചെമ്മീൻ കെട്ടുകളും റോഡിൻ്റെ ഇരുവശത്തുമുള്ളത് ഈ കായലുകളും ക്യാമറ തിരിക്കുന്നിടത്തെല്ലാം നമുക്ക് നല്ല പെർഫെക്റ്റ് സ്പോട്ടുകളാണ് കിട്ടുന്നത്. ഫോട്ടോസ് എടുക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നല്ല സ്പോട്ടാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമുക്ക് കട്ടൻ ചായയും പാൽ ചായയൊക്കെയാണ് നമ്മൾ കുടിക്കാറുള്ളത്. പക്ഷേ കടമക്കുടിയിലെയും നമ്മുടെ ഇവിടെ അടുത്തുള്ള ഈ ചെറിയ ചായക്കടകളിലൊക്കെ വന്നാൽ അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കിടിലൻ ഹെർബൽ ആൻഡ് സ്പെഷ്യൽ ടീ വെറൈറ്റികൾ കിട്ടും. ഹിബിസ്കസ് ടീ ആണ് ഇവിടെ ഞാൻ ട്രൈ ചെയ്തത്. ഹിബിസ്കസ് ടീ ആണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാൻ സാധിക്കും. ചെമ്പരത്തി പൂ കൊണ്ടുണ്ടാക്കുന്ന നല്ല പുളിയുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ നിറഞ്ഞ ഈ കടും ചുവപ്പ് ചായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാഴ്ചയിലും ടേസ്റ്റിലും വേറെ ലെവലാണ്. അതുപോലെ തന്നെ ഹിബിസ്കസ് ടീ മാത്രമല്ല, അവിടെ പല വെറൈറ്റി ഓഫ് ടീസ് ഉണ്ട്. ലെമൺ ഗ്രാസ് ടീ ഉണ്ട്, അതുപോലെ തന്നെ സ്പൈസ്ഡ് ഗ്രീൻ ടീ ഉണ്ട്, ചുക്ക് കാപ്പി ഉണ്ട്. അപ്പം എണ്ണ തീരാത്ത അത്രയും വെറൈറ്റി ടീകളും അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പെഷ്യൽ ജ്യൂസുകളും അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ലെമൺ ഗ്രാസ് ടീ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഈ ഗ്രാമീണ തോട്ടങ്ങളിൽ നിന്ന് കിട്ടുന്ന പുല്ല് അല്ലെങ്കിൽ ലെമൺ ഗ്രാസ് വെച്ച് ഉണ്ടാക്കുന്ന നാടൻ ചായയാണ്. നല്ല ഫ്രഷ് ഫീലാണ് ഇത് കുടിച്ചാൽ. ഇവിടെ നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ അത് ട്രൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെന്താണ്, സ്പൈസ്ഡ് ഗ്രീൻ ടീ ഉണ്ട്. കേരളത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്തുണ്ടാക്കുന്ന സ്പെഷ്യൽ ഹെർബൽ ടീ ആണത്. ഈ ബാക്ക് വാട്ടർ വ്യൂവും കണ്ട് ചൂടോടെ ഒരു കപ്പ് ഹിബിസ്കസ് ടീ കുടിച്ചിരുന്നാലുണ്ടല്ലോ, ആഹാ, ആ പ്രകൃതിയുടെ ഭംഗി ഒന്നുകൂടി കൂടുന്ന പോലെ നമുക്ക് തോന്നും. അതൊരു വല്ലാത്ത ഫീലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചിയിൽ നിന്ന് ഏകദേശം 15 അല്ലെങ്കിൽ 20 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ 14 ചെറിയ ദ്വീപുകളുടെ കൂട്ടമാണ് കടമക്കുടി എന്നൊക്കെ തന്നെ നേരത്തെ പറഞ്ഞത്. ഇവിടുത്തെ ഈ കുറച്ച് പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ വാണിജ്യവൽക്കരിക്കപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കടമക്കുടി അതിൻ്റെ തനിമ നിലനിർത്തുന്നു. കാരണം ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ കായൽ ഭംഗിയാണ്. വിശാലമായ വേമ്പനാട്ട് കായലിനെ ചുറ്റപ്പെട്ട ഈ ഐലൻഡ് ശാന്തമായ ജലാശയങ്ങളും പച്ചപ്പ് നിറഞ്ഞ കടന്തൽ കാടുകളും അതുപോലെ തന്നെ പാടശേഖരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പരമ്പരാഗത തൊഴിലുകൾ, അതായത് ചെമ്മീൻ മത്സ്യകൃഷിയും ചൈനീസ് വലകൾ ഉപയോഗിച്ചുള്ള പരമ്പരാഗത മീൻപിടുത്തവും കള്ള് ചെത്തൽ തുടങ്ങിയ ഗ്രാമീണ ജീവിത രീതികളാണ് നമുക്കിവിടെ നേരിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പൊക്കാളി കൃഷി, ഉപ്പുവെള്ളത്തെ പ്രതിരോധിച്ച് വളരുന്ന പോഷകസമ്പുഷ്ടമായ പൊക്കാളി നെല്ലിൻ്റെ കൃഷിക്ക് ഈ പ്രദേശം പേരുകേട്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ എക്കോ ടൂറിസം, അതായത് വിനോദങ്ങൾ, ഇടുങ്ങിയ ദ്വീപ് പാതകളിലൂടെ സൈക്കിളിൽ സഞ്ചരിക്കാനും കായലിലൂടെയുള്ള ഹൗസ് ബോട്ട്, ശിക്കാര ബോട്ട്, സ്പീഡ് ബോട്ട് യാത്രകൾ ആസ്വദിക്കാനും ഒരുപാട് പേര് ഇവിടെ എത്താറുണ്ട്. അതുപോലെ തന്നെ കയാക്കിങ് ഇവിടെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വിനോദമാണ് കയാക്കിങ്. ആഴം കുറഞ്ഞ ശാന്തമായ ജലാശയത്തിലൂടെ കയാക്കിങ് നടത്തുന്നത് ഇവിടെ വളരെ ജനപ്രിയമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടുത്തെ സൂര്യാസ്തമയ കാഴ്ചകൾ, അതിമനോഹരമായ സൂര്യോദയവും സൂര്യാസ്തമയവും കാണാൻ സാധിക്കുന്ന മികച്ചൊരു പ്രദേശമാണിത്. അതുപോലെ തന്നെ ഇവിടെ ഈ വൻകിട റിസോർട്ടുകൾക്ക് പകരം ലളിതമായ ഹോം സ്റ്റേകളും നാടൻ രുചികൾ ലഭിക്കുന്ന ചെറിയ ഭക്ഷണശാലകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം സമയം ഒരുപാട് കടന്നുപോയി.
സമയം കടന്നു പോയത് നമ്മൾ അറിഞ്ഞില്ല. ഇപ്പം ഇരുട്ടി തുടങ്ങുന്നു. അപ്പം നമ്മൾ കടമക്കുടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇവിടുത്തെ വൈകുന്നേരങ്ങളിലെ സൺസെറ്റാണ്. അപ്പം നമ്മുടെ ഈ ക്യാമറ ലെൻസിലൊന്നും ഒതുങ്ങാത്ത അത്ര മനോഹരമായ കാഴ്ചയാണ്. അപ്പോൾ ഒരു ദിവസം സമാധാനമായിട്ട് വന്ന് കറങ്ങിപ്പോകാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണ് കടമക്കുടി. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കടമക്കുടിയോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവുകയാണ്. അപ്പം ഇനിയും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.